ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരത്തിനിടെ കുടുംബാംഗങ്ങളെ കാണാനാകാതെ മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ഇടപെട്ട് വിമാന കമ്പനി അധികൃതർ മരിച്ച പ്രവാസി നമ്പി രാജേഷിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പരിശോധിക്കുകയാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യം പരിഗണനയിലുണ്ട്. ഇതിനായി കൂടുതൽ സമയം അനുവദിക്കണമെന്നും നമ്പി രാജേഷിന്റെ കുടുംബത്തിന് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്ന MG പ്രതീഷാണ്. പ്രതീഷ്, ദുഃഖാർത്തരായ കുടുംബങ്ങൾക്ക് ഒരു ഇമെയിൽ സന്ദേശം ലഭിക്കുന്നു. ഇവയിൽ പല കാര്യങ്ങളും കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ പരിഗണനയിൽ എടുക്കാം എന്ന വാഗ്ദാനം മാത്രമേ ഉള്ളൂ. കുടുംബം ഇതിൽ സംതൃപ്തരാണോ? ഇത് ഏത് രീതിയിലായിരിക്കും ഇനി കമ്പനി മുന്നോട്ടെടുക്കുക എന്ന് അവർ പ്രതീക്ഷിക്കുന്നത്? ക്രിസ്റ്റീന, ഒമാനിൽ മരിച്ച നമ്പി രാജേഷിന്റെ കുടുംബത്തിനാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട കുടുംബം എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇമെയിൽ അയച്ചിരുന്നു. ഇതിന് മറുപടിയായാണ് ഇപ്പോൾ ഒരു ഇമെയിൽ സന്ദേശം കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യം പരിശോധിച്ച് വരികയാണ് എന്നതാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. തങ്ങൾക്ക് ഇത് വിശദമായി പരിശോധിക്കാനും മറ്റ് തുടർ നടപടികൾക്കും കുറച്ചുകൂടി സമയം വേണമെന്നും ഈ കുടുംബത്തിന് അയച്ച മറുപടിയിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നുണ്ട്. ഈ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബം ഉള്ളത്. ഇതേ ആവശ്യം ഉന്നയിച്ച് നേരത്തെ സർക്കാരിനും കുടുംബം കത്ത് നൽകിയിരുന്നു. വളരെ ദുഃഖകരമായ ദാരുണമായ സംഭവമായിരുന്നു നമ്പി രാജേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരമാണ് ഈ മരിച്ച രാജേഷിനെ കാണാൻ ഭാര്യയ്ക്കും കുഞ്ഞിനും കഴിയാതെ പോയത്. അതിൽ വലിയ തരത്തിലൊരു ഖേദപ്രകടനം നടത്തിയിരുന്നുവെങ്കിൽ കൂടിയും കൃത്യമായൊരു നഷ്ടപരിഹാരം കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അത് ഇനി നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെയും ഒരു പിന്തുണ ഈ കുടുംബത്തിനുണ്ട്. സർക്കാരിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും മറുപടി ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ നിന്ന് ഒരു കുടുംബത്തിന് ഒരു മറുപടി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു MG പ്രതീഷ്.